നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്നും പ്രതിരോധിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ബഹ്റൈനിലെ സിത്ര ഏരിയയിലെ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്ക്. 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 4 പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ. ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചു. ഇന്ധനവില 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിൽ. ക്രൂഡ് ഓയിൽ ബാരലിന് $114. ഇന്ത്യൻ ഓഹരി വിപണി ഇടിഞ്ഞു. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യത്തിലും ഇടിവ്. മുജ്തബ ഖംനേയിയെ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ച് ഇറാൻ പണ്ഡിത സഭ. അംഗീകരിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. Favor of peace and urges a return to dialogue and diplomacy. We advocate de-escalation, restraint and ensuring the safety of civilians. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കത്തിലൂടെയും സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ആഹ്വാനം. രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമെന്ന് ജയശങ്കർ രാജ്യസഭയിൽ. പ്രസ്താവനയല്ല, ചർച്ചയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി സ്ഥിതി വിലയിരുത്തി. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ പ്രതിസന്ധിയിലായി സർക്കാരും ഇടതുമുന്നണിയും. പോലീസും പ്രതിക്കൂട്ടിൽ. വാളകത്തെ വീട്ടിൽ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും തെളിവുണ്ടെന്നും ഭാര്യ ബിന്ദു മേനോൻ. മുൻ DGP R. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം സഹായം തേടിയെങ്കിലും പോലീസ് ഇടപെട്ടില്ലെന്നും മന്ത്രിയുടെ സ്റ്റാഫ് തടഞ്ഞുവെച്ചുവെന്നും ആരോപണം. പ്രണയം കുറ്റമല്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ മുതലെടുപ്പെന്നും ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ലെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് സംസ്ഥാനം. BJPയുടെ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി മറ്റന്നാൾ കൊച്ചിയിൽ. കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് K. സുധാകരൻ. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ തൃശൂർ CPIയിൽ പൊട്ടിത്തെറി. നാട്ടിക CPIയുടെ പേയ്മെന്റ് സീറ്റ് എന്നാരോപിച്ച് CC മുകുന്ദൻ. പാർട്ടി മറുപടി നൽകുമെന്ന് ഗീതാ ഗോപി. UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് മുകുന്ദൻ. സഞ്ജു സാംസണ് തിരുവനന്തപുരത്ത് ഗംഭീര സ്വീകരണം. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് എല്ലാവർക്കും വിജയം സമർപ്പിക്കുന്നുവെന്ന് സഞ്ജു. ICC ലോകകപ്പ് ടീമിൽ ഇടം നേടി സഞ്ജു സാംസൺ. ഇഷാൻ കിഷനും ഹാർദിക് പാണ്ഡ്യയും ബുംറയും ടീമിൽ. ഇറാൻ ഇസ്രായേൽ US സംഘർഷം അവസാനമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്നും ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ആക്രമണ ശ്രമമുണ്ടായി. ബഹ്റൈനിൽ സിത്ര ഏരിയയിലുണ്ടായ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ചികിത്സയിലാണ്. അതിനിടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും ഉയരുകയാണ്. ഇറാന്റെ ആക്രമണ ശ്രമത്തിന്റെ ഭാഗമായുള്ള 15 മിസൈലുകളും 18 ഡ്രോണുകളും ഇന്ന് നേരിട്ടതായി UAE അറിയിച്ചു. ഇവയിൽ 12 മിസൈലുകൾ പ്രതിരോധിച്ചു. 3 എണ്ണം കടലിൽ വീണു. 17 ഡ്രോണുകൾ നിർവീര്യമാക്കി. 1 എണ്ണം രാജ്യാതിർത്തിക്കുള്ളിൽ പതിച്ചുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം വിശദീകരിച്ചു. സംഘർഷം തുടങ്ങി ഇന്ന് വരെ 117 പേർക്ക് പരിക്കേറ്റുവെന്നും 4 പേർ കൊല്ലപ്പെട്ടുവെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ സാങ്കേതിക തകരാറിനെ തുടർന്നുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. UAEയിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായി. സൗദി അറേബ്യയുടെ അൽ ജയീഫ് മേഖല ലക്ഷ്യമാക്കി നടത്തിയ ഡ്രോൺ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് സൗദി പ്രതിരോധ സേന അറിയിച്ചു. എണ്ണപ്പാടങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ഡ്രോണുകളും മിസൈലുകളുമാണ് പ്രതിരോധിച്ചത്. സൗദിയിൽ ഡ്രോൺ ആക്രമണ ശ്രമത്തിൽ ഇന്ത്യക്കാരൻ മരിച്ചതായുള്ള വാർത്തകൾ ഇന്ത്യൻ എംബസി നിഷേധിച്ചു. ഇന്ത്യക്കാരന് പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് എംബസി വിശദീകരിക്കുന്നു. ബഹ്റൈനിൽ സിത്ര ഏരിയയിൽ ഇറാൻ ആക്രമണത്തിൽ 32 ബഹ്റൈൻ സ്വദേശികൾക്ക് പരിക്കേറ്റു. 2 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റവരിൽ 4 പേർ ചികിത്സയിലാണ്. CBSE ഗൾഫ് രാജ്യങ്ങളിലെ 12ാം ക്ലാസ് പരീക്ഷകൾ വീണ്ടും മാറ്റിവെച്ചു. ഈ മാസം 12 മുതൽ 16 വരെ നടക്കേണ്ട പരീക്ഷകളാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. UAEയിലെ പ്രധാന വിനോദസഞ്ചാര ഇടങ്ങളായ ഗ്ലോബൽ വില്ലേജ്, ഐൻ ദുബായ്, ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശക വിലക്ക് തുടരുകയാണ്. അബുദാബി ഹിന്ദു ക്ഷേത്രം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനം അനുവദിക്കില്ല എന്ന് ക്ഷേത്രം മാനേജ്മെന്റ് അറിയിച്ചു. അതേസമയം രാജ്യാന്തര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നു.
ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഉൽപ്പാദനം വെട്ടിക്കുറച്ചതുമാണ് ഇതിന് കാരണം. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ അനിശ്ചിതത്വം കണക്കിലെടുത്ത് ഈ മാസം 12 മുതൽ 16 വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി CBSE അറിയിച്ചു. മാർച്ച് 16 മുതൽ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകളെക്കുറിച്ച് ബോർഡ് പിന്നീട് തീരുമാനമെടുക്കുമെന്നും CBSE വ്യക്തമാക്കി. മാർച്ച് 11 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10ാം ക്ലാസ് പരീക്ഷകൾ കഴിഞ്ഞ ദിവസം CBSE റദ്ദാക്കിയിരുന്നു. കുവൈറ്റിൽ ഫാമിലി വിസിറ്റ് വിസയിലെത്തി തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ നടപടികളുമായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി. എംബസിയിലെ കമ്മ്യൂണിറ്റി അഫയേഴ്സ് വിഭാഗമാണ് ഡാറ്റാ ശേഖരണത്തിന് നേതൃത്വം നൽകുന്നത്. ഫാമിലി വിസിറ്റ് വിസയിൽ കുവൈറ്റിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ എംബസി നിർദ്ദേശിക്കുന്ന വിവരങ്ങൾ community.kuwait@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ സുബിയ പവർ ആൻഡ് വാട്ടർ ഡിസ്റ്റിലേഷൻ പ്ലാന്റിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചതായി കുവൈറ്റ് മന്ത്രാലയം സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന് പിന്നാലെ മന്ത്രി ഡോക്ടർ സുബൈ അബ്ദുൽ അസീസ് അൽ മുഖൈസ്മിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പ്ലാന്റിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഡ്രോൺ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതിരോധ നടപടികൾ തുടരുന്നതായി അധികൃതർ അറിയിച്ചു. ഇറാൻ യുദ്ധം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്നു. 2022 ശേഷം ആദ്യമായി ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 47 പൈസ ഇടിഞ്ഞ് 92.21 എന്ന നിലയിലെത്തി. ഓഹരി വിപണിയിലും ഇടിവുണ്ടായി. ഇറാൻ സംഘർഷം തീവ്രമായതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ഈ മാസം മാത്രം ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ 25% വർധനവുണ്ടായി. നിലവിൽ ബാരലിന് $114 മുകളിലാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് 85% ഇറക്കുമതി ചെയ്യുന്നതിനാൽ എണ്ണവില വർദ്ധിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം കൂടാനും ഗതാഗത ചെലവുകൾ വർദ്ധിക്കാനും ഇടയാക്കും. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 46 പൈസയാണ് ഇടിഞ്ഞത്. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സെൻസെക്സും നിഫ്റ്റിയും നഷ്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 700 പോയിന്റ് താഴ്ന്ന് ബ്രേക്കിംഗ് പോയിന്റായ 24,000-ലും താഴെ എത്തിയത് വിപണിയെ ആശങ്കയിലാക്കി. സ്വർണ്ണവിലയിലും ഇടിവാണ്. പവന് 1,440 രൂപ കുറഞ്ഞ് 1,18,560 രൂപയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കത്തിലൂടെയും സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ ആഹ്വാനം ചെയ്തു. രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമാണെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു. അതേസമയം ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം അരങ്ങേറി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ പ്രസംഗത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. GCC ഭരണത്തലവന്മാരുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി. സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇന്ത്യയുടെ ആഹ്വാനം. 67,000 പൗരന്മാരെ ഇതുവരെ തിരിച്ചെത്തിച്ചിട്ടുണ്ടെന്നും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിമാന സർവീസ് ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. Indian diplomacy has supported the endeavors of our energy enterprises in this volatile situation. Honorable Chairman, sir, let me conclude by highlighting the 3 guiding factors of our approach. 1. India is in favor of peace and urges a return to dialogue and diplomacy. We advocate de-escalation, restraint, and ensuring the safety of civilians. ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുടെ വ്യാപാര പങ്കാളികളാണ്. ടെഹ്റാനിലെ ഇന്ത്യക്കാർക്ക് ഇതിനോടകം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തിന്റെ ഊർജ്ജ മേഖല ഭദ്രമാണെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന മാത്രമല്ല, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ വിശദമായ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. करीब 1 करोड़ भारतीय काम करते हैं, जिनकी सुरक्षा और लाइवलीहुड वहां की स्थिरता पर निर्भर करता है. हाल ही की घटना में कुछ भारतीय नागरिक मारे गए हैं या लापता हैं. പശ്ചിമേഷ്യൻ സംഘർഷം, ഊർജ പ്രതിസന്ധി, വിലവർദ്ധനവ് തുടങ്ങിയ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധം നടത്തി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
സൗദിയിലെ മുഴുവൻ ഇന്ത്യൻ പൗരന്മാരും പുതിയ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രാദേശിക അധികാരികളും എംബസിയും നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും വാർത്താക്കുറിപ്പിൽ എംബസി വ്യക്തമാക്കി. നിലവിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും VFS ഉൾപ്പെടെയുള്ള അനുബന്ധ സേവനങ്ങളും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കോൺസുലർ ക്യാമ്പുകൾ പതിവ് പോലെ തുടരും. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ജിദ്ദയിൽ നിന്നും മദീനയിൽ നിന്നും ഇന്ത്യൻ സൗദി വിമാന കമ്പനികൾ ഷെഡ്യൂൾ അനുസരിച്ച് സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാരെ സഹായിക്കുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറും എംബസി പുറത്തുവിട്ടു. മുജ്തബ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവ്. തീരുമാനം പരമോന്നത നേതാവിനെ നിശ്ചയിക്കാൻ അധികാരമുള്ള 88 അംഗ വിദഗ്ധ സമിതിയുടേതാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഖമനേയി. സൈന്യത്തിന് മേലുള്ള അധികാരം മുതൽ വിദേശ നയം വരെയുള്ള എല്ലാ നിർണായക മേഖലകളിലും അന്തിമ വാക്ക് ഇനി മുജ്തബയുടേത് ആയിരിക്കും. വോട്ടെടുപ്പിലൂടെയാണ് മുജ്തബയെ പിൻഗാമിയായി നിശ്ചയിച്ചത്. ഇറാനിയൻ ഭരണഘടന പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ് പരമോന്നത നേതാവിൻ്റേത്. വർഷങ്ങളായി ഇറാന്റെ ഭരണകാര്യങ്ങളിൽ പിന്നിൽ നിന്ന് നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് മുജ്തബ. ഇറാനിലെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി അടുത്ത ബന്ധമുണ്ട് മുജ്തബയ്ക്ക്. ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായാണ് അധികാരം പിതാവിൽ നിന്ന് മകനിലേക്ക് കൈമാറുന്നത്. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. കുടുംബവാഴ്ചയ്ക്കെതിരെ ഇറാനിലെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. മുജ്തബയുടെ തീവ്ര നിലപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങളുമായും ഇസ്രായേലുമായുള്ള ഇറാന്റെ ബന്ധം കൂടുതൽ വഷളാക്കും. മുജ്തബ ഖമനേയി സ്വീകാര്യനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഖമനേയിയുടെ പിൻഗാമിയായി വരുന്നവരെയും അവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങളെയും വേട്ടയാടുമെന്ന് ഇസ്രായേൽ സൈന്യവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. ഭാര്യയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മന്ത്രി KB ഗണേഷ് കുമാർ വീണ്ടും വിവാദത്തിൽ. പുതിയ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ രംഗത്ത് പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമായി. വിഷയത്തിൽ പ്രതിപക്ഷം വിശദീകരണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. എന്നാൽ ആരോപണങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാർ നിഷേധിച്ചു. മന്ത്രി KB ഗണേഷ് കുമാറിനെ കൊല്ലം വാളകത്തെ കുടുംബ വീട്ടിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടതായ ഭാര്യയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭാര്യ വീട്ടിലെത്തിയപ്പോൾ മറ്റൊരു യുവതിയോടൊപ്പം മന്ത്രി KB ഗണേഷ് കുമാറിനെ കണ്ടതിനെ തുടർന്ന് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചു. ഇതിനിടെ മന്ത്രിയുടെ സഹായികളെത്തി അവരെ മുറിയിൽ തടഞ്ഞുവെച്ചുവെന്നും ചിത്രങ്ങളെടുത്ത മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ. മുൻ DGP R ശ്രീലേഖയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ. ശ്രീലേഖയുടെ നിർദ്ദേശപ്രകാരം പോലീസ് സഹായം തേടിയതായും സ്ഥലത്തെത്തിയ പോലീസ് വിഷയത്തിൽ ഇടപെട്ടില്ലെന്നുമാണ് ബിന്ദുവിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ നിഷേധിച്ചു. ആരോപണങ്ങളെ പ്രണയവുമായി ബന്ധിപ്പിച്ച് ന്യായീകരിക്കാനാണ് മന്ത്രി ഗണേഷ് കുമാർ ശ്രമിച്ചത്. പ്രണയം ഒരു കുറ്റമല്ലെന്ന് പറഞ്ഞ മന്ത്രി പ്രണയം ഇനിയും തുടരുമെന്നും വ്യക്തമാക്കി. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. തനിക്ക് വീട്ടിനുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോഴത്തെ ആരോപണങ്ങളെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു. എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാന VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മന്ത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ DGPക്ക് പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും മന്ത്രിക്കും സ്റ്റാഫിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുമാണ് DGPക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. പത്തനാപുരം തലവൂരിൽ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധവും നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ സംഭവം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണം ഗൗരവമുള്ളതെന്ന് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. വിമർശനവുമായി CPIയും രംഗത്തെത്തി. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചേക്കും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതിനിടെ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷയില്ല എന്ന ക്യാമ്പയിനും ശക്തമാക്കുകയാണ്. ചരിത്രം ആവർത്തിക്കുകയാണ്. ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ വിടാതെ പിന്തുടരുന്ന ഗാർഹിക പീഡന ആരോപണങ്ങൾ. 2013 ഇതുപോലൊരു മന്ത്രിസഭയിൽ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയുടെ പരാതിയെ തുടർന്ന് പടിയിറങ്ങേണ്ടി വന്നു. അന്ന് UDF മന്ത്രിസഭയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. 13 വർഷങ്ങൾക്കിപ്പുറം LDF മന്ത്രിസഭയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും.
മന്ത്രിസഭകൾ മാറിയെന്നേയുള്ളൂ, പക്ഷേ പരാതികൾക്ക് സമാന സ്വഭാവം. നിർണായക തെരഞ്ഞെടുപ്പ് വേളയിൽ ചെറിയ ഘടകകക്ഷിയാണെങ്കിലും മന്ത്രിസഭയിലെ പ്രമുഖനായ KB ഗണേഷ് കുമാർ ഗാർഹിക പീഡനത്തിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നിശബ്ദത പാലിക്കാൻ ഇടതുമുന്നണിക്കാകില്ല. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ലാതിരുന്ന വേളയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസ് ഒരു മന്ത്രിക്കെതിരെ ഭാര്യയുടെ ആരോപണം വരുമ്പോൾ കയ്യും കെട്ടി നിൽക്കുന്ന ഭരണമുന്നണിയെ കടന്നാക്രമിക്കുകയാണ്. സ്ത്രീ സുരക്ഷ വാനോളം പറയുന്ന LDF-ൽ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷിതത്വമില്ല എന്ന ക്യാമ്പയിനാണ് പ്രതിപക്ഷം തുടക്കമിടുന്നത്. സ്ത്രീയുടെ പരാതിയാണ്. ഒരു സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ആക്രമിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസ് ഒന്നും ചെയ്യാതെ അവരുടെ പരാതി പോലും കേൾക്കാതെ അവരെ രക്ഷപ്പെടുത്താതെ അവർ മടങ്ങിപ്പോകുന്നു. അവർ ഓടി പുറത്തിറങ്ങി അവരാണ് രക്ഷപ്പെടുന്നത് സ്വയം. അത് പരിതാപകരമായ ഒരവസ്ഥയാണ്. ശ്രീ പിണറായി വിജയൻ മറുപടി പറയട്ടെ. അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്ന ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്പർ കൂടുന്നതാണ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത് എന്നൊരു മെസ്സേജാണ് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി പുറത്തോട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ കേരള സംസ്കാരം? അതാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്ത? ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇതുപോലെയൊരു മെസ്സേജാണ് താഴേക്ക് കൊടുക്കാൻ പോകുന്നത് എങ്കിൽ നമ്മൾ സാമൂഹ്യമായി എത്ര അധപതനത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കണ്ടേ? വിഷയം ഗൗരവത്തോടെ കാണുന്ന LDF-ൽ CPM നേതാക്കൾ ഇപ്പോൾ തന്നെ പരസ്യമായി വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് വിശദീകരണം തേടിയേക്കും. ഗണേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനാണ് സാധ്യത. നാളെ രാവിലെ 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം. യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കുമോ എന്നതിലും ആകാംക്ഷ നിലനിൽക്കുകയാണ്. വിവാദം കത്തിപ്പടരുകയാണെങ്കിൽ മുഖം രക്ഷിക്കാനെങ്കിലും CPM-ന് തുടർ നടപടി സ്വീകരിച്ചേ മതിയാകൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കി റിയാദിലും ദമാമിലും ലുലു പുതിയ സ്റ്റോറുകൾ തുറന്നു. റിയാദിലെ സുവൈദിയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റും ദമാമിലെ ഫൈസലിയയിൽ ലുലു എക്സ്പ്രസുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിപുലമായ പദ്ധതികൾ ലുലു നടപ്പാക്കുമെന്നും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മികച്ച ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. സൗദി നിക്ഷേപ മന്ത്രാലയത്തിലെ ഡയറക്ടർ മുഹമ്മദ് ഖാലിദ് അൽ ഷെൽഫാൻ, സൗദിയിലെ UAE അംബാസിഡർ മദർ സലീം അൽ ദഹേരി എന്നിവർ ചേർന്നാണ് സുവൈദിയയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദമാം ഫൈസലിയയിലെ പുതിയ ലുലു എക്സ്പ്രസ് കിഴക്കൻ പ്രവിശ്യ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മൻസൂർ അലി ബിനാലി ഉദ്ഘാടനം ചെയ്തു. 33,000 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് സ്റ്റോറിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി മറ്റന്നാൾ കൊച്ചിയിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സുപ്രധാന പ്രഖ്യാപനങ്ങളും വേദിയിലുണ്ടാകും. രാഹുൽ ഗാന്ധി നടത്തുന്നതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങളാകില്ല മോദി നടത്തുക എന്ന് BJP നേതൃത്വം പറഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിനാണ് 3 മുന്നണികളും തയ്യാറെടുത്തിരിക്കുന്നത്. വാശിയേറിയ ഈ പോരാട്ടത്തിൽ BJP നയിക്കുന്ന NDAക്ക് കരുത്ത് പകരാനാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുന്നത്. 2 മാസത്തിനിടെ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ഇത്തവണ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കും. 3 പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് കൊച്ചിയിലുള്ളത്. ഏകദേശം 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി കൊച്ചിൻ എയർപോർട്ടിൽ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് അഖില കേരള ധീവര സഭയുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനായിട്ട് മറൈൻ ഡ്രൈവിലേക്ക് പോകും. ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ആണ് കലൂർ സ്റ്റേഡിയത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. ആ ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് ആണ് പാർട്ടിയുടെ NDAയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം എത്തിച്ചേരുക. പ്രധാനമന്ത്രിക്ക് പുറമെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങി മുതിർന്ന ദേശീയ നേതാക്കളും വേദിയിലെത്തും. സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി നൽകിയതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങളാകില്ല എന്നാണ് BJPയുടെ വിമർശനം. കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കർണാടക സംസ്ഥാനം തന്നെ തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഒരു സ്വയം പരാജയമാണ്. കേരളത്തിൽ കോൺഗ്രസ് UDF ഭരണത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. ഇതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് അധപ്പതിക്കും, അസ്തമിക്കും. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടാകും. അതിനോടനുബന്ധിച്ച് NDA ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അതൊക്കെ ആ 11-ാം തീയതി നമുക്ക് നേരിട്ട് കാണാം. രാഹുൽ ഗാന്ധി നൽകിയതുപോലെ പരാജയപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് BJP പറയുന്നത്. ഏതായാലും കൂടുതൽ പാർട്ടികളെയും നേതാക്കളെയും മുന്നണിയിലേക്ക് എത്തിച്ച് സുശക്തമായാണ് ഇത്തവണ NDA കളത്തിലിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ പ്രതീക്ഷയാണ് BJP കേന്ദ്ര നേതൃത്വവും പങ്കുവയ്ക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ സുധാകരൻ MP. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടായിരുന്നു MPയുടെ പ്രതികരണം. കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നാണ് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ സുധാകരൻ ഉറപ്പിച്ച് പറയുന്നത്. തൃശൂർ CPIയിൽ പൊട്ടിത്തെറി. പേയ്മെന്റ് സീറ്റ് ആരോപണം ഉന്നയിച്ച് CPIയോട് ഇടഞ്ഞ നാട്ടിക MLA CC മുകുന്ദൻ UDF സ്വതന്ത്രനായേക്കും. UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് CC മുകുന്ദൻ പറഞ്ഞു. KC വേണുഗോപാലും ചെന്നിത്തലയും മുകുന്ദനുമായി സംസാരിച്ചു. ഗീതാ ഗോപിക്ക് അവസരം കിട്ടിയത് പാർട്ടിക്ക് പണം പിരിച്ചു കൊടുത്തുകൊണ്ടെന്ന് CC മുകുന്ദൻ ആരോപിച്ചു. ലളിത ജീവിതം കൊണ്ടും മണ്ഡലത്തിലെ സാന്നിധ്യം കൊണ്ടും ജനശ്രദ്ധ നേടിയ CC മുകുന്ദൻ MLAയ്ക്ക് രണ്ടാമതൊരു അവസരം CPI നിഷേധിച്ചതോടെയാണ് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ CC മുകുന്ദൻ അത് പാർട്ടിക്കെതിരായ പ്രതിഷേധമാണെന്നും പ്രഖ്യാപിച്ചു. ഗീതാ ഗോപിക്ക് സീറ്റ് നൽകിയത് പേയ്മെന്റ് സീറ്റാണോ എന്ന് പരിശോധിക്കണമെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കുമോ? ജയിക്കലല്ല കാര്യം. ജയിക്കുക മാത്രമല്ല, എനിക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യം തുറന്നു പറയാനുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അതിനുശേഷമാണ് പല പാർട്ടിക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ പിന്തുണ എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇതുമായി പ്രചരണം ഇറങ്ങുമ്പോൾ എന്നെ സഹായിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരെ കൂടെ നിന്ന് ഞാൻ ഈ പ്രചരണ രംഗത്ത് തന്നെ കൂടി ഈ പ്രവർത്തന രംഗത്തുണ്ട് അവരെ കൂട്ടിയോജിച്ച് മുന്നോട്ട് പോകും. ഇതൊരു അവസരമായി കണ്ട CC മുകുന്ദനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം CC മുകുന്ദനെ ശത്രുവായി കാണുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. മുകുന്ദന് പറയാനുള്ളത് പാർട്ടി കേൾക്കും. ഇത്രയും വർഷം സ്നേഹിച്ച പാർട്ടിയെ മുകുന്ദൻ തള്ളിക്കളയുമെന്ന് കരുതുന്നില്ല. പേയ്മെന്റ് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരിക്കലും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരിക്കലും ശത്രുവായിട്ട് കാണില്ല. മുകുന്ദന് പറയാനുള്ള ഏത് കാര്യവും പാർട്ടി കേൾക്കും. ഇത്രയും വർഷം മുകുന്ദൻ സ്നേഹിച്ച പാർട്ടിയെ എന്തിൻ്റെയെങ്കിലും പേരിൽ തള്ളിപ്പറയുമെന്നോ ശത്രുവളയത്തിലെ ഒരു ആളായിട്ട് മുകുന്ദൻ മാറുമെന്നോ ചിന്തിക്കാൻ പാർട്ടിക്കാരുന്നില്ല. CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം UDF നേതൃത്വം പറഞ്ഞിട്ടില്ലെന്നും മുകുന്ദൻ പാർട്ടി വിട്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും പറഞ്ഞു. CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാവാണ്, MLA ആണ്. സഖാവ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് UDF നേതൃത്വം തന്നെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. തീർച്ചയായും ഈ കാര്യങ്ങൾ, ഈ നിജസ്ഥിതി ഞങ്ങൾ പരിശോധിക്കും. പാർട്ടി നിയോഗിച്ച പേഴ്സണൽ സ്റ്റാഫ് വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന് MLA ആരോപിച്ചതോടെയാണ് മുകുന്ദനും പാർട്ടിയും തമ്മിൽ ഇടയുന്നത്. പാർട്ടിക്കെതിരെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പതിവായതോടെയാണ് മുകുന്ദനെതിരെ നടപടി വന്നത്. അതിലും തീരാതെയാണ് ഇപ്പോൾ സീറ്റ് നിഷേധം. അമൃത ന്യൂസ്, തൃശൂർ. പ്രമുഖ ചരിത്രകാരനും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സ്ഥാപക ചെയർമാനുമായ KN പണിക്കർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പൊതുദർശനമുണ്ടാകും. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ഉണ്ടായ വിവാദത്തിലും സൈബർ ആക്രമണത്തിലും മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി ഇടപെട്ടത് സദുദ്ദേശത്തോടെയാണെന്നും മമ്മൂട്ടിയെ അപമാനിക്കരുതായിരുന്നുവെന്നും മനസ്സിന് വിഷമമുണ്ടായതിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ CPMനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. KSRTCയിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ കോടതി മേൽനോട്ടം വഹിക്കും. വിരമിച്ച ഉദ്യോഗസ്ഥന് ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് തീരുമാനം. ഇതിനിടയിൽ നഷ്ടം സഹിച്ചും KSRTC എന്തിന് പ്രവർത്തിക്കുന്നുവെന്ന് സുപ്രീം കോടതി ചോദിച്ചു. T20 ലോകകപ്പിലെ മികച്ച താരങ്ങൾ ഉൾപ്പെടുന്ന ടീം ഓഫ് ദി ടൂർണമെന്റ് ICC പ്രഖ്യാപിച്ചു. ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെടെ 4 പേർ ടീമിൽ ഇടം പിടിച്ചു. സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായും ദക്ഷിണാഫ്രിക്കൻ താരം എയ്ഡൻ മർക്രമിനെ ടീമിന്റെ നായകനുമായാണ് ICC തിരഞ്ഞെടുത്തത്. മുൻ താരങ്ങളും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന വിദഗ്ധ പാനലാണ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിനെ നിശ്ചയിച്ചത്.
T20 ലോകകപ്പിലെ മികച്ച വിജയത്തിന് പിന്നാലെ മലയാളി താരം സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. ഇന്ത്യൻ സൂപ്പർ താരത്തെ സ്വീകരിക്കാൻ ആയിരങ്ങളാണ് വിമാനത്താവളത്തിൽ ഒത്തുകൂടിയത്. മന്ത്രി വി ശിവൻകുട്ടി, MP A റഹീം എന്നിവരും സഞ്ജുവിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് എല്ലാവർക്കും വിജയം സമർപ്പിക്കുന്നുവെന്ന് സഞ്ജു സാംസൺ പറഞ്ഞു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.